Good morning. Now let us move on to the calculation of interest. Hire purchase system, we have to calculate the interest amount. So how or which are the different methods to calculate interest in hire purchase system? So there are different methods of calculating interest. So let us see which are they. Hire purchase price consists of cash price and interest. Ascertainment of any of these two gives the answer for the other. For example, if we ascertain the total interest, we can easily ascertain the cash price by deducting the interest from the hire purchase price. Interest is charged on the amount outstanding. Therefore, the down payment, if any, will not include interest. Okay. അപ്പോൾ നമ്മുടെ ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് പ്രൈസ് ആൻഡ് ദ ക്യാഷ് പ്രൈസ് ഇസ് ദ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മളതിൽ ഹയർ പർച്ചേസ് പ്രൈസോ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസോ അതിൽ മൂന്നിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് അറിയുമെങ്കിൽ മറ്റേത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാം. സോ നൗ ഡിഫറെൻറ്റ് കേസസ് ഉണ്ട് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അതിൽ ഫസ്റ്റ് കേസാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ക്യാഷ് പ്രൈസ് ആൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദി എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ഓൾസോ ദി എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഓൾസോ ഗിവൺ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, in this situation, the total amount of interest is to be ascertained first. അപ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട്, എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സും ഉണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റുകളിലായിട്ട് നമ്മൾ അടയ്ക്കേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് പ്രൈസ് ആൻഡ് ദി ക്യാഷ് പ്രൈസ്. ഹയർ പർച്ചേസ് പ്രൈസിൻ്റെയും ക്യാഷ് പ്രൈസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്, അതാണ് ഹയർ പർച്ചേസ് പ്രൈസ്. ആ ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ടു കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ദി ഇൻട്രസ്റ്റ് ഇൻവോൾവ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ദി ഫോളോയിങ് സ്റ്റെപ്സ് മേ ബി ഫോളോഡ്. അപ്പം നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യണം ടു ഫൈൻഡ് ഔട്ട് ദി ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഡക്ട് ഡൗൺ പേയ്മെൻറ്റ് ഫ്രം ദ ക്യാഷ് പ്രൈസ്, കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ഓൺ ദി റിമൈനിങ് ബാലൻസ് അറ്റ് ദി ഗിവൺ റേറ്റ്. ദിസ് ഇസ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ ക്യാഷ് പ്രൈസ് ഉണ്ടാവും, അതിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്. അതേപോലെ അടുത്ത ഇൻട്രസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് കുറയ്ക്കണം, ബാക്കിയായിരിക്കും ആ ഇൻസ്റ്റാൾമെൻറ്റിലെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അടുത്ത വർഷം വീണ്ടും ആ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുക, ക്യാഷ് പ്രൈസ് ഡിഡക്റ്റ് ചെയ്യുക, ബാലൻസിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ആ വർഷത്തെ ഇൻട്രസ്റ്റ് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവുക. സോ ബെറ്റർ വി ക്യാൻ മൂവ് ഓൺ ടു ആൻ എക്സാമ്പിൾ ഫോർ യുവർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, the calculation of interest when cash price and rate of interest and amount of installments are given. So let's see a question. This is the question. X purchases a machinery on hire purchase basis from Y on 1st January 2017. The cash price of the machine is 56,000. 15,000 is paid at the signing of the agreement and the balance is to be paid in 3 equal annual installments of 15,000 each. The rate of interest is 5% per annum. അപ്പോൾ നമുക്കിവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, January 1, 2017 മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 56,000 ആണ്. 15,000 ആണ് ഡൗൺ പേയ്മെൻറ്റ്, അതായത് ഇറ്റ് ഇസ് പെയ്ഡ് അറ്റ് ദ സൈനിങ് ഓഫ് ദി അഗ്രിമെൻറ്റ്. ബാലൻസ് ഇസ് ടു ബി പെയ്ഡ് ഇൻ 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് 15,000. ബാക്കിയുള്ള എമൗണ്ട് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് 15, അതായത് 3 പ്രാവശ്യം 15,000 രൂപ വെച്ചിട്ട് 3 തവണയായിട്ടാണ് ബാക്കിയുള്ളത് കൊടുക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 5% തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ദി ഇൻഫർമേഷൻസ് ആർ ഗിവൺ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ
ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ മൊത്തം എമൗണ്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ ആ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്രത്തോളമാണ് ഇൻട്രസ്റ്റ് വരുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഇതാണ്. ആദ്യം നമ്മൾക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്, അതായിരിക്കും ടോട്ടൽ ഇൻട്രസ്റ്റ്. ടോട്ടൽ ഇൻട്രസ്റ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് പ്രൈസ് ആൻഡ് ദ ക്യാഷ് പ്രൈസ്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് പിന്നെ ക്യാഷ് പ്രൈസ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് 15,000 പിന്നെ 15,000 വെച്ചിട്ട് 3 ഇൻസ്റ്റാൾമെൻറ്റ്. 15,000 വെച്ച് 3 ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ 45,000 പ്ലസ് ഈ 15,000 എന്നും കൂടി പറയുമ്പം എത്രയാണ്? 50,000. 15,000 ഇൻറ്റു 3 45,000 പ്ലസ് 15 എന്ന് പറയുമ്പം 60,000 നമുക്ക് മൊത്തം ഹയർ പർച്ചേസ് പ്രൈസ് വരുന്നുണ്ട്. ആൻഡ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 56,000 ആണ്. അപ്പോൾ 60 മൈനസ് 56 4,000 ആണ് നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷെ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ പോരാ, വി നീഡ് ടു കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണിത്. ഫസ്റ്റ് വിൽ റൈറ്റ് ലൈക്ക് ദിസ്: കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ്, ക്യാഷ് പ്രൈസ്. അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. സോ ബട്ട് ഇറ്റ് ഷുഡ് ബി ക്ലിയർ. അപ്പോൾ ആദ്യം നമ്മുടെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഡിഡക്റ്റ് ഡൗൺ പേയ്മെൻറ്റ് ഫ്രം ദി ക്യാഷ് പ്രൈസ്. സോ ഡിഡക്റ്റിംഗ് ഡൗൺ പേയ്മെൻറ്റ് ഫ്രം ദി ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 56,000 ആണ്. അതിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ബാലൻസ് ഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഡക്ട് ഡൗൺ പേയ്മെൻറ്റ് ഫ്രം ദി ക്യാഷ് പ്രൈസ്, കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ഓൺ ദി റിമൈനിങ് ബാലൻസ് അറ്റ് ദി ഗിവൺ റേറ്റ്. അപ്പം എത്രയാണോ ബാലൻസ് കിട്ടിയത് അതിൻ്റെ മേലെ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് അപ്ലൈ ചെയ്യുക. അതായത് 41,000 ഇൻറ്റു 5%. അപ്പോൾ നമുക്ക് 2,050 കിട്ടും. ഇതാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ വരുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ശരിക്കും നമ്മൾ 15,000 ആണ് അടയ്ക്കുന്നത്. ആ 15,000-ൽ 2,050 രൂപ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. സോ ബാക്കിയുള്ളതാണ് ആ വർഷത്തെ ക്യാഷ് പ്രൈസ് വരുന്നത്. അതായത് ഈ 12,950 എന്ന് പറഞ്ഞാൽ 15,000 മൈനസ് 2,050. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ക്യാഷ് പ്രൈസ് ഓഫ് ദി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് 15,000 ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഡ്യൂ 41 ഉണ്ട്. അതിൽ നിന്ന് ആ വർഷത്തെ ക്യാഷ് പ്രൈസ് ആയ 12,980 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 28,050 കിട്ടും. ഇനി അടുത്ത ഇയറിൽ അതേപോലെ തന്നെ ഈ ബാലൻസ് ഡ്യൂവിൻ്റെ മേലെ 5% കാണുക. അതാണ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ ഈ ഇൻട്രസ്റ്റ് 15,000 ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 13,597. ഇതാണ് ആ വർഷത്തെ ക്യാഷ് പ്രൈസ്. അത് വീണ്ടും ബാലൻസ് ഡ്യൂവിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ അടുത്ത വർഷത്തെ ബാലൻസ് നമുക്ക് കിട്ടി 14,453. ഈ 14,050 ഇത് തേർഡ് ഇയറിലാണ് 14,453 എന്ന് വന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റേ ഉള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലും 15,000 ആണ് അടയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ 14,453 ഉള്ളൂ ബാലൻസ് ശരിക്കും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതായിരിക്കും, അതായത് 15,000-ൽ നിന്ന് ഈ 14,453 കുറച്ചാൽ ബാക്കി കിട്ടുന്ന എത്രയാണോ അതായിരിക്കും ആ വർഷത്തെ ഇൻട്രസ്റ്റ് വരിക. ദാറ്റ് ഈസ് 14,000. ആക്ച്വലി 14,453 ഇൻറ്റു 5% അല്ല, ആക്ച്വലി അവിടെ ഡിഫറൻസ് വരുന്ന 15,000-ൽ നിന്ന് 14,453 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതാണ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. അതാണ് 547 വരുന്നത്. ലാസ്റ്റ് ഇയറിൽ മാത്രം നമ്മൾ ആ ഒരു ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ്, നോട്ടിൽ അവർ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് അഡ്ജസ്റ്റഡ് 15,000 മൈനസ് 14,453. ഓക്കെ, അപ്പം ഇതാണ് എന്താണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ക്യാഷ് പ്രൈസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്രൈസ് എടുക്കുക, അതിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാലൻസ് ഡ്യൂ കിട്ടും. അതിൻ്റെ മേലെ റേറ്റ് അപ്ലൈ ചെയ്യുക. അതായിരിക്കും ആ വർഷത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ നമ്മൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ്. അപ്പം ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 15 ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അതിൽ നിന്ന് ഈ ഇൻട്രസ്റ്റ് കുറച്ചാൽ ബാക്കിയുള്ളതായിരിക്കും ആ വർഷത്തെ ക്യാഷ് പ്രൈസ്.
അപ്പോൾ ക്യാഷ് പ്രൈസ് വീണ്ടും നമ്മൾ ബാലൻസ് ഡ്യൂ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. എത്ര ഇയർ വരെയാണോ നമ്മുടെ ഇൻസ്റ്റാൾമെൻ്റ് ഉള്ളത് അതുവരെ ഡിഡക്റ്റ് ചെയ്യുക. വീണ്ടും ബാലൻസ് വെച്ചിട്ട് റേറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടും. ആ രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് വെൻ the cash price and the amount of installments are given but the rate of interest is not given. ഫസ്റ്റ് മെത്തേഡിൽ ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സും തന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ക്യാഷ് പ്രൈസും എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സും തന്നിട്ടുണ്ട് ബട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ഗിവൻ. So here the following steps are required to be followed to calculate interest. First step എന്ന് പറയുന്നത് we have to calculate total interest which is equal to higher purchase price minus cash price. അത് as usual we know നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ഇൻട്രസ്റ്റ് ഇസ് ക്യാഷ് ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് ടോട്ടൽ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഡക്റ്റ് ഡൗൺ പേയ്മെൻറ്റ് ഫ്രം ഹയർ പർച്ചേസ് പ്രൈസ്. This is the amount of outstanding balance at the beginning of the first year. ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് കുറയ്ക്കുക. അതാണ് ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ ബൈ ഡിഡക്റ്റിംഗ് ദി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ദി റിലവൻറ്റ് പീരീഡ്സ്. ഓരോ വർഷത്തെയും ഇൻസ്റ്റാൾമെൻറ്റ്സ് കുറച്ച് കഴിയുമ്പം ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് നമുക്ക് കിട്ടും. അതെല്ലാം കണ്ടുപിടിക്കുക. അതിനുശേഷം ആ കണ്ടുപിടിച്ച ബാലൻസ് ഡ്യൂ എമൗണ്ടുകളുണ്ടല്ലോ അതിൻ്റെ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. Calculate the ratio of outstanding balance, then divide the amount of interest on the basis of above ratio. It will be the amount of interest included in each installments. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ക്യാഷ് പ്രൈസ് is given 12,000, down payment 4,000 and balance in 3 annual installments of rupees 3,200 each. Calculate the interest of each installment. ഇപ്പോൾ ക്യാഷ് പ്രൈസ് ഉണ്ട്, ഡൗൺ പേയ്മെൻറ്റ് ഉണ്ട്, 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് 3,200 വെച്ചിട്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ഇൻട്രസ്റ്റ് മീൻസ് ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് പ്ലസ് ടോട്ടൽ ഓഫ് 3 ഇൻസ്റ്റാൾമെൻറ്റ്സ്, അതായത് 4,000 പ്ലസ് 3,200 ഇൻറ്റു 3 ദാറ്റ് ഇസ് 13,600. ഇതാണ് ഹയർ പർച്ചേസ് പ്രൈസ്. പിന്നെയുള്ളത് അതിൽ നിന്ന് ക്യാഷ് പ്രൈസ് ഡിഡക്റ്റ് ചെയ്യണം. That is 12,000. So higher purchase പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,600. ഇതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് വിച്ച് വി ഹാവ് ടു പേ. ഇനി amount outstanding at the beginning of first year എന്ന് പറഞ്ഞാൽ 13,600 minus 4,000. 13,600 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹയർ പർച്ചേസ് പ്രൈസ് ആണ്. അതിൽ നിന്ന് 4,000 അതായത് ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്യുമ്പം 9,600. ഇതാണ് ഫസ്റ്റ് ഇയർ എൻഡിൽ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട്. ഇനി അതേപോലെ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് ഓഫ് സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ 9,600 മൈനസ് ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡിഡക്ട് ഡൗൺ പേയ്മെൻറ്റ് ഫ്രം ഹയർ പർച്ചേസ് പ്രൈസ്. ദിസ് ഇസ് ദ എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ഫസ്റ്റ് ഇയർ. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ ബൈ ഡിഡക്റ്റിംഗ് ദി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് റിലവൻറ്റ് പീരീഡ്സ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 9,600 നിന്ന് വീണ്ടും ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വർഷത്തെ ഡ്യൂ കിട്ടും. അതുപോലെ തേർഡ് ഇയറിലും. അപ്പോൾ നമുക്ക് മൊത്തം ഫസ്റ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് 9,600 ആണ്. സെക്കൻഡ് ഇയറിൽ 6,400 ആൻഡ് തേർഡ് ഇയറിൽ 3,200 ആണ്. ഇനി നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസുകളുടെ റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് 9,600, 6,400 ആൻഡ് 3,200. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2:1. ഓക്കെ. ഇനി നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയ 1,600നെ നമ്മൾ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. 3:2:1. അപ്പോൾ നമുക്ക് ഓരോ ഇയർലിയും ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടും. സോ ഇതാണ് വെൻ വി ഹാവ് നോട്ട് ഗിവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസുകൾ കണ്ടുപിടിക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് ഫസ്റ്റ് ഇയറിൽ ഡൗൺ പേയ്മെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ അതാണ് ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. അതിൽ നിന്ന് അടുത്ത വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ അടുത്ത വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടും. അതുപോലെ നെക്സ്റ്റ് ഇയറിൽ ഇൻസ്റ്റാൾമെൻറ്റ്. എന്നിട്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും റേഷ്യോ കാണാം. അത് വെച്ച് ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ളത് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. Now, the third method is calculation of interest when rate of interest and cash price are not given. ഇത് രണ്ടും തന്നിട്ടില്ല.
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇല്ല, ക്യാഷ് പ്രൈസും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്വേഷൻസ് ഫോം ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. Mrs. India Motors Limited sells scooters on hire purchase system. The terms of payment are 1000 on delivery, 1040 at the end of first year, 960 at the end of second year, and 880 at the end of third year, inclusive of financial charges or interest. Calculate the amount of interest included in each installments. അപ്പോൾ നമുക്കിവിടെ ആകെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ amount തന്നിട്ടുണ്ട്, അതുപോലെ ഡൗൺ പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. വേറെ ക്യാഷ് പ്രൈസോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ ഒന്നും തന്നിട്ടില്ല. But we have to find out the interest included in each installment. അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ ക്യാഷ് പ്രൈസിനെ എക്സ് ആയിട്ടും ഇൻട്രസ്റ്റിനെ ഐ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും കൂടി കൂടിയതായിരിക്കുമല്ലോ ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ക്യാഷ് പ്രൈസ് എക്സും പ്ലസ് 3i. കാരണം ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിലായിരിക്കും എന്താ ട്രിപ്പിൾ ആയിട്ടുണ്ടാവുക, അടുത്ത ഇയറിൽ അതിൽ കുറവ്, അതിൻ്റെ അടുത്ത ഇയറിൽ ഏറ്റവും ലോവർ. അപ്പം എക്സ് പ്ലസ് ഫസ്റ്റ് ഇയറിലെന്ന് പറയുന്നത് എക്സ് പ്ലസ് 3i ഇസ് 1040. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ സെക്കൻഡ് ഇയറിലെ ക്യാഷ് പ്രൈസ് എക്സ് പ്ലസ് 2i 960 ആൻഡ് തേർഡ് ഇയറിലെ എക്സ് പ്ലസ് ഐ ദറ്റ് ഇസ് 880. അങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തു. ഇവിടെ ചെയ്തിരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 and 3 ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പം എക്സിന് 800 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ക്യാഷ് പ്രൈസ് പെയ്ഡ് ഈച്ച് ടൈം എന്ന് പറയുന്നത് 800 ആണ്. അപ്പം ഇൻട്രസ്റ്റ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഇൻസ്റ്റാൾമെൻറ്റ് 1040 ആണെന്ന് പറഞ്ഞു, ക്യാഷ് പ്രൈസ് നമ്മൾക്ക് കിട്ടി 800, ബാക്കിയുള്ളതായിരിക്കും ആ വർഷത്തെ ഇൻട്രസ്റ്റ്. അതേപോലെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻട്രസ്റ്റും റേറ്റും ക്യാഷ് പ്രൈസും രണ്ടും തന്നിട്ടില്ലെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻട്രസ്റ്റ്. ഇനി ലാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ദി എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് പീരീഡ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ആർ അൺഈക്വൽ. അപ്പം ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും അൺഈക്വൽ ആണ്, പീരീഡ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റും അൺഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോൾ in this case the time duration between different installments must be noted first. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോഴാണ് അടയ്ക്കുന്നതെന്ന് നോട്ട് ചെയ്യുക. ആ ഗ്യാപ്പ് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതാദ്യം നോട്ട് ചെയ്യുക. അതിനുശേഷം thereafter outstanding balance standing at the time of payment of each installment is multiplied by the time duration. Now we get products. Lastly, amount of total interest is split in the ratio of these products. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഗ്യാപ്പും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസും അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കുക. ആ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. മധുര എൻ്റർപ്രൈസസ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ ഹയർ പർച്ചേസ് ബേസിസ്. ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ മെഷീൻ വാസ് 45,500 ആൻഡ് ഹയർ പർച്ചേസ് പ്രൈസ് വാസ് 50,000. പേയ്മെൻറ്റ് വാസ് ടു ബി മെയ്ഡ് ഇൻ 2 years as below. 10,000 at the time of delivery, 15,000 after 5 months, 15,000 after 11 months, 6,000 after 19 months, 4,000 after 24 months. Machine was purchased on 1st July 2018 and the date of payment of each installment is counted from this date. Calculate the interest included in each installment. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഡിഫറെൻ്റ് ആണ്, ഒരേ എമൗണ്ട് അല്ല. അതുപോലെ ടൈം ആണെങ്കിലും പെർ ഇയർ അങ്ങനെയല്ല. ആദ്യത്തേത് ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 1st July 2018 ആണ്. അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ഡൗൺ പേയ്മെൻറ്റ് 10,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 മാസം കഴിഞ്ഞിട്ട് 15,000, 11 മാസം കഴിഞ്ഞിട്ട് 15,000, അങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ആസ് യൂഷ്വൽ കണ്ടുപിടിക്കുക. ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ 4,500 കിട്ടി. ഇനി ഇത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്രയാണ് ഈ 4,500 പെടുന്നതെന്ന് നമുക്കറിയണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടും പീരീഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഹയർ പർച്ചേസ് പ്രൈസ് എഴുതുക 50,000. അതിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് കുറയ്ക്കുക ആസ് യൂഷ്വൽ. അപ്പോൾ നമുക്ക് 40,000 കിട്ടും. 40,000 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താനുള്ളത് 40,000 ആണ്.
ഇനി അടുത്ത പേയ്മെൻറ്റ് വരുന്നത് 5 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇൻറ്റു 5. ഇനി എത്രയാണോ ആ ഗ്യാപ്പുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് അമൗണ്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 5 മന്ത്സ്. ഈ 5 മാസം കഴിഞ്ഞിട്ട് എത്രയാണോ അമൗണ്ട് പേ ചെയ്തത് അത് ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ വീണ്ടും 25 ബാലൻസ് വരും. അതിൻ്റെ കൂടെ ഇനി അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത്, അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് കിട്ടുന്നത് ആഫ്റ്റർ 11 മന്ത്സ് എന്നാണ്. അതായത് 5 കഴിഞ്ഞ് 11ലേക്ക് പിന്നെ എത്രയാണോ ഗ്യാപ്പ് ഉള്ളത് അതാണ് നമ്മൾ ആ ഗ്യാപ്പ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് 6 മന്ത്സ്. ഓക്കെ, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ എമൗണ്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 6 മന്ത്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ 19th മന്ത്, 11 മന്ത് കഴിഞ്ഞാൽ പിന്നെ 19 മന്തിലാണ് കൊടുക്കുന്നത്. സോ 11 മൈനസ് 5 എത്രയാണോ ആ ഗ്യാപ്പ് വരുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, 19 മൈനസ് 11 8. അങ്ങനെ ബാലൻസ് ഡ്യൂവിൻ്റെ കൂടെ ഇനി അടുത്തത് എപ്പോഴാണോ കിട്ടുന്നത് ആ ഗ്യാപ്പാണ് നമ്മൾ പ്രോഡക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. അങ്ങനെ ഈ കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ റേഷ്യോ നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുക. റേഷ്യോ ഓഫ് പ്രോഡക്ട്സ് 2 lakh 1 lakh 50. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 20:15:8:2. ദെൻ ടോട്ടൽ ഇൻട്രസ്റ്റ് വിൽ ബി ഡിവൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് പ്രോഡക്ട്സ്. ഈ പ്രോഡക്റ്റിൻ്റെ റേഷ്യോയിൽ ടോട്ടൽ ഇൻട്രസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ ദിസ് ഈസ് ദ മെത്തേഡ്. അപ്പോൾ ഇതാണ് 4 മെത്തേഡുകൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ആദ്യത്തേത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ക്യാഷ് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എമൗണ്ട് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. അപ്പോൾ അത് തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ക്യാഷ് പ്രൈസ് ആൻഡ് ദി എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ ബട്ട് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ഗിവൺ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ റേഷ്യോ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. പിന്നെയുള്ള മെത്തേഡ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യാഷ് പ്രൈസ് രണ്ടും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് മെത്തേഡ് ഇസ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് പീരിയഡ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ അൺഈക്വൽ ആകുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് എടുത്തിട്ട് ആ ഗ്യാപ്പ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ റേഷ്യോയിൽ ടോട്ടൽ ഇൻട്രസ്റ്റിനെ ഡിവൈഡ് ചെയ്യുക. Okay, so hope you are clear with the calculation of interest. Thank you.